ഹായ് നമസ്കാരം, ഞാൻ എഞ്ചിനീയർ മെബിൻ. വീടിന് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഡ്രസ് റൂം കൊടുക്കാൻ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിപ്പോൾ ഒരു ബെഡ്റൂമാണ്. ഇത് നമ്മൾ കുടിയാമല പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ഇപ്പോൾ ഈ ബെഡ്റൂമിന് നമ്മൾ ഒരു ഡ്രസ് റൂമിൻ്റെ അകത്തു നിന്നാണ് നമ്മളെപ്പോഴും ടോയ്ലറ്റിലേക്ക് ഒരു ആക്സസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റ് എപ്പോഴും ഹിഡൻ ആയിട്ട് നിൽക്കും. ഈ ടോയ്ലറ്റിൻ്റെ ഡോർ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ബെഡ്റൂമിന് വിസിബിൾ ആയിരിക്കത്തില്ല. അത് മാത്രമല്ല, നമ്മളെപ്പോഴും ടോയ്ലറ്റ് യൂസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കാലിൽ വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അഴുക്കുണ്ടാവും. ആ അഴുക്ക് ഇവിടെ തന്നെ, അതായത് ഡ്രസ് റൂമിൽ തന്നെ നമുക്ക് ഒരു മാറ്റ് കൊടുത്തിട്ട് അത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇറങ്ങി പോരാനുള്ള സൗകര്യമുണ്ട്. ഡ്രസ് റൂമിനുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് വാർഡ്രോബിൽ നിന്ന് നമ്മുടെ ഡ്രസ്സ് കുപ്പായങ്ങളെടുത്ത് ഇവിടെ ഒരു ഏരിയ, അതായത് നമുക്ക് മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് മാറാനും വിത്ത് ഒരു മിറർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ് റൂമിനകത്തേക്ക്, അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഡ്രസ് റൂമിനകത്തേക്ക് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് കൊണ്ടുവരാതെ ഈ ഡ്രസ് റൂമിൽ തന്നെ ഇരുന്ന് മേക്കപ്പ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഡ്രസ് റൂമിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ടോയ്ലറ്റിൽ അത്യാവശ്യം യൂസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാവിധ സാധനങ്ങളും, ഒത്തു വെക്കാൻ സ്പേസ് ഇല്ലാത്ത എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഡ്രസ് റൂമിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ബെഡ്റൂമിലേക്ക് കൊണ്ടുവരേണ്ട എന്നുള്ളത് അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ ഇതിനകത്തൊരു ക്യാബിനാക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും, അതായത് ക്ലീനിങ്ങിൻ്റെ കുറച്ച് ഐറ്റംസ് ആണെങ്കിലും അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഡ്രസ് റൂമിൽ തന്നെ വെക്കാം എന്നുള്ളത് ഡ്രസ് റൂമിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇത്തരം കൂടുതൽ ടിപ്സിനായി ഫോളോ ചെയ്യും.